ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ക്ഷമ എല്ലാവർക്കും അനിവാര്യമായ ഒരു ഘടകമാണ്. ദുർബലന്മാരായവർ ക്ഷമിക്കുന്നത് അവരുടെ സുരക്ഷയ്ക്കാണ്. ബലവാന്മാർ ക്ഷമിക്കുന്നത് അവരുടെ ശ്രേഷ്ഠ ഗുണം പരിലസിക്കുന്നത് കൊണ്ടാണ്. ക്ഷമ എന്നത് ഉത്കൃഷ്ടമായ ഗുണമാണ് ആർക്കായാലും. ദുർബലർക്കും ബലവാന്മാർക്കും ക്ഷമ ആവശ്യഘടകമാണ്. ദുർബലന്മാർക്ക് ക്ഷമ ഒരു ആവരണമായി വരുമ്പോൾ ബലവാന്മാർക്ക് ക്ഷമ ഒരു ആഭരണമായിട്ട് വരുന്നു, ഒരു അലങ്കാരമായിട്ട് വരുന്നു. കാരണം ബലവാനായ ഒരാൾ ക്ഷമിക്കുകയാണെങ്കിൽ അയാളുടെ മഹത്വം ഒന്നുകൂടി കൂടും. അയാൾക്ക് കഴിയാഞ്ഞിട്ടൊന്നുമല്ല, കണ്ടില്ലേ അയാളുടെ നന്മ എന്ന് പറഞ്ഞ് അതിനെ പ്രശംസിക്കും. അപ്പം അദ്ദേഹത്തിന് ഒരു ആഭരണം പോലെ ഒരു അലങ്കാരമായി ഭവിക്കുന്നു ബലവാന്മാരുടെ ക്ഷമ. എന്നാൽ ദുർബലന്മാരുടെ ക്ഷമയോ അതവർക്ക് ഒരു ആവരണം, വിപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മറയായി അവരെ സംരക്ഷിക്കുന്നു. ഒരു രക്ഷാകവചമായി ക്ഷമ അവരെ രക്ഷിക്കുന്നു, ദുർബലന്മാരെ. അതുപോലെ ചിലർ അറിഞ്ഞുകൂടാത്ത ആളുകൾ പറയുന്നത് എന്താ? ഭയജഗീതൻ ക്ഷമയെ സൽഗുണ പരിവേഷം ചാർത്തി പുകഴ്ത്തിടാം ചിലർ. ഭയചകിതർ എന്ന് പറഞ്ഞാൽ ദുർബലന്മാരുടെ ക്ഷമയെ സദ്ഗുണമായിട്ട് ചിലർ വാഴ്ത്തിടാം. എന്നാൽ ബലശാലികൾ തൻ ക്ഷമയെ ബലഹീനമെന്നും പരിഹസിച്ചിടാം. എന്നാൽ ബലശാലികളുടെ ക്ഷമയെ അവർ ബലഹീനമെന്ന് പറഞ്ഞിട്ട് പരിഹസിക്കാം. അത് ക്ഷമയുടെ മഹത്വം അറിയാത്തത് കൊണ്ടാണ് അപ്രകാരത്തിൽ പറയുന്നത്. ബലവാന്മാരായ ഒരാൾ ക്ഷമിക്കുന്നുവെങ്കിൽ അത് അയാളുടെ ദൗർബല്യമല്ല, അത് അദ്ദേഹത്തിൻ്റെ മഹത്വമാണ്. ആ മഹത്വത്തെ അറിയാത്തവർ പറയും ബലവാന്മാരുടെ ക്ഷമ ദുർബലമാണ് എന്ന്. എന്നാൽ ദുർബലന്മാർ ക്ഷമിക്കുന്നത് അവരുടെ മഹത്വം കൊണ്ടാണ് എന്ന് പറയുന്നത് അവർക്ക് ക്ഷമയുടെ മഹിമ അറിയാത്തത് കൊണ്ടാണ്. അതാണ് ഭയജഗീതൻ ക്ഷമയെ സൽഗുണ പരിവേഷം ചാർത്തി പുകഴ്ത്തിടാം ചിലർ. ബലശാലികൾ തൻ ക്ഷമയെ ബലഹീനമെന്നും പരിഹസിച്ചിടാം.